നമസ്കാരം, എസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ 5ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് മൊഡ്യൂൾ ആണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് എന്നും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ആണ്. ഒരു ഓർഗനൈസേഷനകത്ത് തന്നെയുള്ള ഒരു സബ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, എ ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് വിച്ച് ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ സം പ്രോഡക്റ്റ് ഓർ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡിസ്റ്റിങ്ക്ട് ഫ്രം അതർ സെക്ഷൻ ഓർ സബ് യൂണിറ്റ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ മറ്റുള്ളതിൽ നിന്നും മാറി നിന്ന്, അല്ലെ, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ഒരു കണക്ഷൻ കാണില്ല. അപ്പൊ ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സെക്ഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. അപ്പൊ ഒന്നുകിൽ അതൊരു സെപ്പറേറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആ ഒരു ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്ന ഒരു സബ് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇൻ സച്ച് കേസസ് ഇറ്റ് ഈസ് ബെറ്റർ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ്ലി. അപ്പം ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ സെയിൽസ്, അപ്പൊ സെയിൽസ് മാത്രം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് മാത്രം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ആ ഒരു ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്നതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ ഓരോ സബ് യൂണിറ്റ് ആക്കും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ആ ഓരോന്നിന്റെയും സെപ്പറേറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ, ഇനി ഡിപ്പാർട്ട്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? An organizational sub-unit specialized in some activities or product or services and functions as a profit center. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റിനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ആണ്. അവര് ചില ആക്ടിവിറ്റീസിൽ സ്പെഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ ചില പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ സർവീസസിലോ സ്പെഷ്യലൈസ് ചെയ്യും. ഇവരൊരു പ്രോഫിറ്റ് സെന്റർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ്? ഇതൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് പറയാം? ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയാം. In order to ascertain the profit or loss for each department, it will be necessary to prepare trading profit and loss account for each department at the end of the accounting year. അപ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി നോക്കിയേ, ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ ആണ്. അതായത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് ഹെൽപ്സ് ടു അസർട്ടൈൻ ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് റിസൾട്ട്. ഈ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ്ങിലൂടെ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സെപ്പറേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ട്രേഡിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയുള്ളത് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ആണ്, അല്ലെ. അപ്പോൾ ഓരോരുത്തരുടെയും പെർഫോമൻസിന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് ട്രേഡിംഗ് റിസൾട്ട്സ് ഓഫ് വൺ ഡിപ്പാർട്ട്മെന്റ് വിത്ത് ദാറ്റ് ഓഫ് അനദർ. ഒരു ഡിപ്പാർട്ട്മെന്റിനെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. ദെൻ പ്രോപ്പർ റിവാർഡ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് നല്ല റിവാർഡ് കൊടുക്കാനായിട്ട് പറ്റും. ഡിപ്പാർട്ട്മെന്റൽ മാനേജർ ആൻഡ് സ്റ്റാഫ് ക്യാൻ ബി റിവാർഡഡ് പ്രോപ്പർലി ഓൺ ദ ബേസിസ് ഓഫ് റിസൾട്ട് ഒബ്റ്റൈൻഡ് ത്രൂ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ്. അപ്പൊ അവരുടെ റിസൾട്ട്സ് നോക്കിയിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? റിവാർഡ് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ബേസിസ് ഓഫ് പ്ലാനിങ് ആണ്. അതായത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഇന്റലിജന്റ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ഇന്റലിജന്റ് പ്ലാനിങ്ങും കൺട്രോളും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ justification of capital outlay. Departmental accounting help a management to determine the justification of capital outlay in each department. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എന്താണ് ക്യാപിറ്റൽ ഔട്ട്ലേ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും, അല്ലെ. മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ക്യാൻ ബി പ്രൊവൈഡഡ് ടു ദ യൂസർ ഓഫ് ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ലൈക്ക് ഷെയർ ഹോൾഡർ, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റർ, ബാങ്കർ എക്സെട്ര. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? മാനേജർ ഡിസിഷൻസ് എടുക്കാൻ ഇത് വളരെ സഹായിക്കും. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. ഇത് നോക്കിയേ, മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് ആണ്. നമ്മൾ രണ്ട് രീതിയിലാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മെത്തേഡ് എന്ന് പറയുമ്പം
ഒരു ഓർഗനൈസേഷൻ വളരെ വലിയ ലാർജ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കൂടെ ഒരു ഹെഡിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ആണ്. അപ്പൊ ഇവർ എന്ത് ചെയ്യാറുണ്ട്? സെപ്പറേറ്റ് റവന്യൂ ഓരോ ബിസിനസ്, അതായത് ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, അങ്ങനെ ഓരോ ഇൻഷുറൻസിനും സെപ്പറേറ്റ് ഒരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഈ മെത്തേഡിൽ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റിഗാർഡഡ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആൻഡ് സച്ച് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അവർ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ സെപ്പറേറ്റ് കണ്ടെത്തുന്നത്. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? നമ്മൾ ഒറ്റ ഇതാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പക്ഷെ അതിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റ് ബി എന്ന് നമ്മളിങ്ങനെ സെപ്പറേറ്റ് കാണിക്കും. അതായത് ഓക്കെ, ഓൾ ഡിപ്പാർട്ട്മെന്റ് ആർ കെപ്റ്റ് ടുഗദർ ഓൺ എ കോളം ഓർ ടാബുലർ ബേസിസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നമുക്ക് ഒരു ടേബിളിൽ തന്നെ നമ്മൾ കാണിക്കും. അപ്പം ഇവിടെ എന്ന് പറയുമ്പം മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെലവ് കുറവാണ്. നമ്മൾ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇതെല്ലാം കൂടെ ഒറ്റ ഹെഡിങ്ങിൽ, അതായത് നമ്മളിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഒരു പർട്ടിക്കുലേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റ് ബി, അങ്ങനെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വരയ്ക്കാതെ ഒരു ഇതിൽ കാണിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ എക്സ്പെൻസസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെൻസ് ഒക്കെ തരുമല്ലോ. ഇപ്പം ഈ ഒരു ഒരേ ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് തന്നെ അതിൽ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റ് ബി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മളിപ്പോൾ പർട്ടിക്കുലേഴ്സിൽ ഒരു എക്സ്പെൻസ്, ഇപ്പോൾ വേജസ് എന്ന എക്സ്പെൻസ് എഴുതുമ്പം അത് നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഓരോ എക്സ്പെൻസ് തരുമ്പോഴും നമ്മൾ ആ എക്സ്പെൻസസിനെ എങ്ങനെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പം നോക്കിയേ, ആദ്യം തന്നെ പറയുന്നത് അഡ്വർടൈസ്മെന്റ്, ട്രാവലിംഗ് സെയിൽസ്മാൻ സാലറി, സെല്ലിംഗ് എക്സ്പെൻസ്, ആഫ്റ്റർ സെയിൽ സർവീസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഫ്രൈറ്റ് ഔട്ട്വേർഡ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റ്, സെയിൽസ് മാനേജർ സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ഇതെല്ലാം ഇപ്പം സാലറി 80,000 അങ്ങനെയാണ് തരുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന ഈ ഐറ്റത്തിനെ നമ്മൾ എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വീതിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ്, ട്രാവലിംഗ് സെയിൽസ്മാൻ സാലറി, സെല്ലിംഗ് എക്സ്പെൻസ്, ആഫ്റ്റർ സെയിൽ സർവീസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഫ്രൈറ്റ് ഔട്ട്വേർഡ്, ഇങ്ങനത്തെ ഐറ്റം ഒക്കെയാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ വീതിക്കേണ്ടത് സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സെയിൽസ് എത്ര ആണോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വീതിക്കണം. അത് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് വീതിക്കണം. ഇനി റെന്റ്, എയർ കണ്ടീഷണൽ എക്സ്പെൻസ്, ഹീറ്റിംഗ്, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫ്ലോർ ഏരിയ തരും, അതായത് എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് തരും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ തരും. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിനെ വീതിക്കുക. ലൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ലൈറ്റിംഗ് പോയിന്റ് തരും, അതനുസരിച്ച് വീതിക്കുക. ഇൻഷുറൻസ് ഓൺ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മുടെ ആവറേജ് സ്റ്റോക്ക് തരും, അതനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആവറേജ് സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ വീതിക്കുക. ഇൻഷുറൻസ് ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ഏരിയ അനുസരിച്ചിട്ട് വീതിക്കുക. ഇൻഷുറൻസ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിലോ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ അനുസരിച്ച് വീതിക്കുക. ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിൽ ഡയറക്റ്റ് വേജസിന്റെ അടിസ്ഥാനത്തിൽ വീതിക്കുക. പവർ ആണെങ്കിലോ നമുക്ക് HP, അതായത് അല്ലെങ്കിൽ HP ഇൻറ്റു അവർ വർക്ക്ഡ് വെച്ചിട്ട് ഹോഴ്സ് പവർ നമുക്ക് തരും, അത് വെച്ചിട്ട് വീതിക്കുക. ഡിപ്രീസിയേഷന്, റിപ്പയർ ആൻഡ് റിന്യൂവൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് അസറ്റാണോ ആ അസറ്റിന്റെ വാല്യൂ അനുസരിച്ചിട്ട് വീതിക്കുക. ക്യാൻറ്റീൻ എക്സ്പെൻസ്, ലേബർ വെൽഫെയർ ഒക്കെ ആണെങ്കിലോ നമ്പർ ഓഫ് എംപ്ലോയീസ്, കാരണം ഇതൊക്കെ എംപ്ലോയീസിന്റെ ആണല്ലോ, അപ്പൊ നമ്പർ ഓഫ് എംപ്ലോയീസ് വെച്ച് വീതിക്കുക. വർക്ക്സ് മാനേജർ സാലറി ആണെങ്കിൽ ഈ മാനേജർ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തുമാത്രം സമയമാണോ ചെലവഴിക്കുന്നത് അതനുസരിച്ച് വീതിക്കുക. ക്യാരേജ് ഇൻവേർട്സ് ആണെങ്കിലോ എത്രമാത്രം പർച്ചേസസ് നടത്തുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റും നടത്തുന്ന പർച്ചേസസിനനുസരിച്ച് വീതിക്കുക. അപ്പം ഇത് എക്സ്പെൻസസ് വീതിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ ഇൻകം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻകം തരുമ്പം ആ ഇൻകം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് വീതിക്കുന്നത് വെച്ചാൽ, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നെറ്റ് പർച്ചേസിന്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോഴാണല്ലോ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമാത്രം പർച്ചേസ്, നെറ്റ് പർച്ചേസ് വേണം എടുക്കുക. പർച്ചേസ് റിട്ടേൺ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള നെറ്റ് പർച്ചേസസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്കൗണ്ടിനെ വീതിക്കുക. കമ്മീഷൻ ഏൺ ചെയ്യുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നമ്മൾ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സെയിൽസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? വീതിക്കുക.
അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ എക്സ്പെൻസസും ഇൻകം ഒക്കെ നമ്മൾ വീതിക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ വരയ്ക്കേണ്ട എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നോക്കി, ഈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജനറൽ നേച്ചർ, അപ്പൊ നമ്മൾ ആദ്യം എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പെൻസസ് ഒക്കെ, റെന്റ്, വേജസ്, ഇതെല്ലാം നമ്മൾ ഓരോ ബേസിസിൽ നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ജനറൽ നേച്ചറിലുള്ള ഐറ്റം, അതായത് നമുക്കിങ്ങനെ വീതിക്കാൻ പറ്റാത്ത ഐറ്റംസ് എല്ലാം നമ്മൾ ഈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണം എഴുതേണ്ടത്. അതായത് മാനേജറിന്റെ സാലറി, ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, ഇങ്ങനെയൊക്കെ ഉള്ള നമുക്ക് ഒന്നിന്റെയും അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റിന് വീതിച്ചു കൊടുക്കാൻ പറ്റാത്ത എക്സ്പെൻസസുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട എന്തായിരിക്കണം? ബാലൻസ് ഷീറ്റ്. ഇത്രയുമാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലം എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ്, കാരണം ഇതിനകത്ത് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. നമുക്കത് മറ്റു വീഡിയോസിലൂടെ കാണാം.